Hi friends, welcome to Happy Head Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഗീ റോസ്റ്റ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ചിക്കൻ 500 ഗ്രാം, നല്ല ജീരകം 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, 3 മീഡിയം സൈസ് സവാള, നെയ്യ് 1/8 കപ്പ്, മുളക് പൊടി 1/2 കപ്പ്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2/2 ടേബിൾ സ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില, പച്ചമുളക് 1, മല്ലിപ്പൊടി 2/2 ടേബിൾ സ്പൂൺ. അടുത്തതായി ഒരു പാനിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഡാർക്ക് കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി മാരിനേറ്റ് ചെയ്യുന്നതിനായി ചിക്കൻ ഒരു കടായിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുക. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായി ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിക്കാം. അടുത്തതായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ നെയ്യ് മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. സവാള ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് 2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവസാനമായി അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അവസാനമായി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.